എൻ്റെ പേര് ജസീല. ഞാനെന്തായാലും ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ കുറേ ശിക്ഷ വയ്ക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മാൻ്റെ ഗോൾഡ് മിസ്സായിന്. അത് ഞാൻ എടുത്തെന്നാ പറയുന്നത്. ഞാൻ എടുത്തിട്ട് പോലും കരയത്ത് പോലും അങ്ങനത്തെ ഒരു സ്വർണ്ണം ഉള്ളത് പോലും എൻ്റെ പേരിൽ എന്തൊക്കെയോ ഞാൻ ഏതൊക്കെ ചെക്കന്മാരൊക്കെ കോഴിക്കോട് ഒരു റൂം എടുത്തിട്ട് അങ്ങനെ എന്തൊക്കെയോ ആരോപണം പറഞ്ഞു നടക്കവര്. ഹസ്ബൻഡിന്റെ വീട്ടുകാർ എല്ലാരും അറിഞ്ഞില്ല കാര്യം. എന്റെ വീട്ടിൽ ആർക്കും സമാധാനമില്ല. എല്ലാരും മരിക്കേണ്ട അവസ്ഥയില്ല. എന്റെ മക്കളുടെ മരണത്തിന് ഉത്തരവാദി എന്റെ ഫ്രണ്ടും അഫ്രീദിന്റെ ഉമ്മ അപ്പ അവർ വീട്ടുകാരെടുക്കാതെ എന്നെ നാണം കെടുത്തിട്ട് വന്നിട്ട് രണ്ടുപേരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരെന്തൊക്കെയോ അനാവശ്യം പറഞ്ഞിട്ട് പോയി. എന്റെ സത്യം ആരും വിശ്വസിക്കുന്നില്ല. ഞാൻ റിട്ടേൺ കംപ്ലൈന്റ് എടുക്കാന്ന് വിചാരിച്ചാൽ അതൊർ പോലീസ് സ്റ്റേഷനിലത്തെ ആൾക്കാർ അതിന് സമ്മതിക്കണമില്ല. അവര് നിന്റെ ഭാഗത്ത് തന്നെ പോയിട്ടെന്ന് പറഞ്ഞിട്ട് എന്നെ റിട്ടേൺ കംപ്ലൈന്റ് എടുക്കാൻ വരെ സമ്മതിക്കണില്ല. എന്റെ മരണത്തിന് ഉത്തരവാദി ഇവരൊക്കെയാ. എന്റെ ഹസ്ബൻഡും ഉണ്ട് അതിന് പങ്കാളിയായിട്ട്. ഹസ്ബൻഡിന്റെ ഉമ്മ അതിനധികം ജീവിച്ചിരിക്കില്ല. എത്ര ദിവസം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്റെ സത്യം തരാൻ വേണ്ടി മാക്സിമം ട്രൈ ആക്കി ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വിശ്വസിക്കണില്ല. മരിച്ചിട്ടാണെങ്കിൽ എന്റെ സത്യം തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ശിക്ഷ കൊടുക്കണം. നിങ്ങൾ ജനങ്ങൾ എന്നെ കൊടുത്താലോ എന്റെ ഉപ്പാക്കും ഉമ്മാക്കും ഞാൻ ഒരു സമാധാനം ഉണ്ടായിട്ട് അവരെ വിഷമിപ്പിച്ചോണ്ടെന്ന് ഇതിന് എല്ലാവർക്കും അറിയാൻ അനുഭവിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പ്രാർത്ഥിക്കുന്നതൊക്കെ പ്രാർത്ഥിച്ച് നിറച്ച് വെച്ച് എടുക്കാത്ത ആഭരണം ഞാൻ എങ്ങനെ പോയി കൊടുക്കാനാ? ആ വീട്ടില് 9:30 പോലെ ഉണ്ടതുപോലെ എനിക്കറിയില്ലായിരുന്നു. എന്റെ ഒരിടത്തിന്റെ ഐഷ ബെഞ്ചിക്കോട് കോളനിയിലെ അവിടെയുള്ള ആൾക്കാർ എന്റെ ഹസ്ബൻഡിന്റെ ഹസ്ബൻഡാണെങ്കിൽ എപ്പോഴും ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക. എനിക്ക് വേറെ പോയിസായിട്ട് ബന്ധമുണ്ട്. അങ്ങനെയൊക്കെ എന്റെ മക്കളെ ഇവിടെ നിർത്താൻ പറ്റുമോ? ആരും നോക്കരുത്, ആരും നോക്കില്ല. അവരെന്നെ കൊണ്ടുപോവാ. എന്റെ സത്യം എപ്പോഴെങ്കിലും തെളിഞ്ഞാല് ഞാൻ മരിച്ചിട്ട് എങ്ങനെ എന്റെ സത്യം തെളിയണം? എത്ര ദിവസം, എത്ര നിമിഷം, എത്ര മണിക്കൂർ ഞാൻ നിൽക്കുമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് വയ്യാത്ത അവസ്ഥയിലാണ് ഞാനുള്ളത്. ഞാൻ എന്റെ മക്കളും പോയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നിയമപരമായിട്ട് ശിക്ഷിക്കണം. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്ത് അവരൊന്നും തന്നെ നാണം കെടുത്തി വെച്ചെന്നെ. സത്യം തെളിയാൻ വേണ്ടി കംപ്ലൈന്റ് എടുക്കാൻ ഞാൻ എന്നെ പറഞ്ഞു. എന്നിട്ട് എന്റെ പേര് തന്നെ അവരെ ഞാനെന്ത് തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. സത്യം തെളിയിക്കണം. എന്റെ മരണത്തോടാണെങ്കിലും സത്യം തെളിയിക്കണം. മരിച്ചാൽ ഞാൻ എന്റെ മക്കൾക്കും പോയി ആർക്കും പോകാനില്ല. എന്റെ വീട്ടുകാർക്ക് എന്ത് പറ്റിയ കുഴപ്പമില്ല. എല്ലാരും എന്നെ കുറ്റപ്പെടുത്താൻ ഞാൻ ആ വീട്ടിലേക്ക് പോയോണ്ടല്ല എന്റെ പേര് വന്ന്. ഇങ്ങനെല്ലാം ആവൂന്ന് അറിഞ്ഞില്ലെങ്കിൽ ഞാൻ ആ വീട്ടിലേക്ക് പോട്ടേന. നിങ്ങളെന്നെ പറ, ഇങ്ങനെ ഇങ്ങനത്തെ പ്രശ്നമാവൂന്ന് അറിഞ്ഞില്ലെങ്കിൽ ഞാൻ ആ വീട്ടിലേക്ക് പോട്ടേന. ഇല്ലല്ലോ, ഞാൻ മനസ്സോത അറിയാത്തവേ അതിനൊക്കെ വേറെ എന്തൊക്കെയോ പേരിട്ടിട്ട് ഇവരെനിക്ക് തരുന്നുണ്ട്. അവിടെ റൂം എടുത്തിട്ട് പോയി ഇവിടെ എനിക്കറിയത്തോലും. ഗോൾഡ് മിസ്സായിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് പറയണം. അല്ലാണ്ട് എന്നെ എന്തിനെങ്ങനെ നാണം കെടുത്തിയത്? എന്റെ മക്കൾക്ക് എന്നെ ജീവിക്കാൻ കഴിയാ, തലത്ത് നടക്കാൻ പറ്റുമോ? ഒന്നും പറ്റൂലല്ലോ. അതുകൊണ്ട് അവരെന്നെ കൊണ്ടുപോകുന്നത്. എല്ലാരും എന്നെ കൊണ്ടുപോവാ. സത്യം തെളിയിക്കണം. ഒരു ദിവസം തെളിയുന്ന വിശ്വാസത്തോടെ ഞാനിവിടെ ദുനിയാവിലില്ലെങ്കിൽ ഒരു ദിവസം സത്യം തെളിയെന്നുള്ളൊരു വിശ്വാസത്തോടെ ഞാൻ പോവാ. എന്റെ മക്കളെ കൊണ്ട് ഞാൻ